സോ ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ബബ്ബ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് തോന്നിയ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. പറഞ്ഞോ, നിന്റെ അഭിപ്രായം പറ. ഇപ്പം ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലോജിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈ പടത്തിൽ. മൊത്തത്തിൽ എന്ന് പറയുമ്പം ഒരു ദിലീപിൻ്റെ ഒരു മൊത്തത്തിൽ പറഞ്ഞ ഒരു ആറാട്ട് വൈബാണ്. പക്ഷേ അങ്ങനത്തെ ആറാട്ട് കണക്ക് ബോംബല്ല, നമുക്ക് തിയേറ്ററിൽ പോയി പക്കായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പടമാണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് മറ്റേ ധനഞ്ജയ് ശങ്കറാണ് ഇതിൻ്റെ ഡയറക്ടർ. പക്ഷേ ഫസ്റ്റ് ഡയറക്ടോറിയൽ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒന്നും നമുക്ക് അങ്ങനെ തോന്നാറില്ല. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷൻ ആണെന്ന് നമുക്ക് ഒട്ടും ഫസ്റ്റ് ഡയറക്ഷൻ ആയിരുന്നു പുള്ളിയുടെ. പക്ഷെ അതൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഇല്ല നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനെ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് രണ്ടുപേരും ഗോപി സുന്ദറും ഷാൻ റഹ്മാൻ ആവട്ടെ രണ്ടുപേരും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തോന്നിയോ? എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നു. മോഹൻലാലിന്റെ ഒക്കെ ഇൻട്രോ ബാക്ക്ഗ്രൗണ്ട് നീ കേട്ടേ? ശരിയാ. പക്ഷെ ആ പാട്ട് അഴിഞ്ഞാട്ടെന്നുള്ള പാട്ട് കുറച്ച് പാട്ട് പക്ഷെ പാട്ട് അതിനകത്ത് സിങ്കായി പോകുന്നുണ്ടോ? അല്ലാതെ കേട്ട് കഴിഞ്ഞാൽ പാട്ട് ഭയങ്കര പോരാട്ടം. ഇപ്പൊ ഈ പടം ഇറങ്ങി 2 ദിവസം കഴിയുമ്പോൾ ഇപ്പൊ OTT ഇറങ്ങിയിട്ട് കാണുന്നവരാണെങ്കിൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രൗഡ്, ആ ഒരു ഓളം, അതിന്റെ ഒക്കെ ഇടയിലിരുന്നാണ് ഇത് കാണണ്ടേ. ഫുൾ ക്രൗഡ് ഉണ്ടെങ്കിൽ ആർപ്പ് വിളിയും കൂവലും കയ്യടിയൊക്കെ ആയിട്ട് ആ ഒരു വൈബാണ് ഈ പടം വർക്ക്. അല്ലാതെ നമ്മള് ചുമ്മാ ഒറ്റക്കിരുന്ന് കണ്ട ഒരു പോസ്റ്റ് ആണ്. ഇപ്പൊ ഒരു റൂമിനകത്തിരുന്ന് കാണേണ്ട ഒരു പടം അല്ല ഇത്. സത്യം പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു നല്ലൊരു ഓഡിയൻസ്, അതായത് ഇതുപോലെ ഫാൻസ് അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള അതിനകത്തിരുന്ന് കണ്ടാലേ നമുക്ക് സെറ്റ് ആവുള്ളൂ. അല്ലാതെ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് ഇത് ഔട്ടായി കഴിയുമ്പോഴും നിങ്ങൾ കണ്ടിട്ട് വലിയ പ്രയോജനം വരാൻ ഞാൻ സത്യം. ഇതിൽ കഥയെന്ന് പറയാൻ തക്ക കാര്യങ്ങളില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു അവര് കോംബോ പുള്ളിയുടെ കുറച്ച് വട്ടത്തരങ്ങൾ ലോജിക്ക് വെച്ചോണ്ട് പോയാൽ ഇതൊന്നുമില്ല. ലോജിക്ക് ഒക്കെ തീർന്ന് ശരി നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറ. എനിക്ക് BGM അങ്ങോട്ട് അല്ലേ ഒന്നുകൂടെ സെറ്റ് ചെയ്യായിരുന്നു. BGM അല്ല എനിക്ക് അങ്ങ് വർക്കായിട്ടില്ല. കുറച്ചുകൂടെ ഒന്ന് അവർക്ക് ഒന്നുകൂടെ ഒന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി ആക്കായിരുന്നു. ഞങ്ങൾക്ക് BGMത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരുപോലെയാണെന്ന് തോന്നുന്നത്. പിന്നെ സത്യം ലോജിക്ക് നോക്കുക ചെയ്യരുത്. നിങ്ങൾ ഒരു തുള്ളി പോലും ലോജിക്ക് നോക്കുക. ഞങ്ങൾ ഇപ്പം നിൽക്കുന്നതേ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ. ഓക്കെ, ഞാൻ ഒരു തുള്ളി പോലും ലോജിക്ക് നോക്കരുത്. ലോജിക്ക് നോക്കാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു അടിപൊളി പടമാണിത്. ഓക്കെ, പിന്നെ മാക്സിമം ക്രൗഡായിട്ടിരുന്ന് കാണാൻ നോക്കുക. മാക്സിമം ഫാൻസിൻ്റെ ഒക്കെ ഇടയ്ക്കിരുന്ന് കാണാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നുന്നു. സത്യം സൈഡിലൊന്നും കൂവാനും കൈയടിക്കാനും ആരും ഇല്ലെങ്കിൽ തീർന്നു. അവിടെ ഒന്നും ഇല്ല, ആ പടം ഒന്നും ഇല്ല. അയ്യോ, അങ്ങനെ നിങ്ങൾക്ക് പടം ഇല്ല. നിങ്ങൾക്ക് ആ പടം നിങ്ങൾ കാണണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ. പിന്നെ OTT കണ്ടാലും ഇത്രയും അടിപൊളിയായിട്ട് തോന്നില്ല, വരത്തില്ല. അപ്പം OTT കണ്ടോടല്ലേ, തിയേറ്റർ കണ്ടോടോ. പക്ഷെ ഒരു വൺ ടൈം വാച്ചബിളല്ലേ? റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ? റിപ്പീറ്റ് വാല്യൂ ഇല്ല, മനസ്സിലായോ? റിപ്പീറ്റ് വാല്യൂ ഇല്ല. ഇത് വൺ ടൈം ആണ്, എന്റർടൈനിങ് ആണ്. എന്റർടൈനിങ് ആണ്, പടം എന്റർടൈനിങ് ആണ്, കണ്ടിരിക്കാം. കൊള്ളാം, എന്തുകൊണ്ടായാലും കൊള്ളാം. അപ്പം ഈ എല്ലാവരും ചെന്ന് കാണുക. നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ മാക്സിമം ഇപ്പൊ തന്നെ ചെന്ന് കാണുക. കാരണം ക്രൗഡ് വേണം. ഈ ക്രൗഡ് ഇല്ല സിനിമ കണ്ടിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, വേറൊന്നും പറയാനില്ല. മോഹൻലാലായാലും അടിപൊളിയായിരുന്നു. എല്ലാവരും മാഡ്നസ് ആണ് മൊത്തം ഫുൾ മാഡ്നസ്. അവരതിനകത്ത് പറഞ്ഞു എന്റർടൈൻമെന്റ്, പക്ക എന്റർടൈൻമെന്റ് ഒരു സിനിമ. അത് സത്യം, അത് അവർക്ക് വർക്കായിട്ടുണ്ട്. എന്റർടൈൻമെന്റ് അവർക്ക് വർക്കായിട്ടുണ്ട്. ലോജിക്ക് ഒന്നും ഇല്ല. നിങ്ങൾ അവര് പറയുന്നത് നോ ലോജിക്ക്, അത് ലോജിക്കേ ഇല്ല. ലോജിക്ക് വെച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർന്നു പടത്തിന് സീരിയസ് എടുക്കുന്നത്. സത്യം, ആ സിനിമ പോലെ സത്യം. അവരെ ക്യാരക്ടർ പോലെ സീരിയസ് അല്ല ഇതിനകത്ത്. ഫുൾ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെയാണ്. പക്ഷെ അത് കണ്ടിരിക്കുക അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ മാക്സിമം എല്ലാവരും പടം പോയി കാണാം. ഇവന് അതൊക്കെ തോന്നി. ഞാൻ ആ പടം കണ്ടിട്ടില്ല, അപ്പൊ അത് ചിലർക്ക് അത് കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇന്റർവൽ സീൻ ആയാലും ക്ലൈമാക്സ് ആയാലും എല്ലാം ഒരു കഥ പറഞ്ഞു പോവോ. ഒരു പിള്ളേർ കുറച്ച് കഥ പറഞ്ഞു പോവാ. ആ കഥ കുറെ അവര് അവരുടേതായ എരിയും പൊടിയൊക്കെ ആയിട്ട് പറയുന്നത്. അത്ര കൊള്ളു സാധനം. പക്ഷെ അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക. പിന്നെ കുറെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ? അതൊന്നും നമ്മളിനകത്ത് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം പടം താല്പര്യമുള്ളവർ പോയി പടം കാണുക എന്തായാലും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഇത് ഭയങ്കര ബോറായിട്ടും നെഗറ്റീവ് ഒക്കെ ആയിട്ട് തോന്നും. അതിനേക്കാളും നല്ലത് അടുത്തുള്ള തിയേറ്ററിൽ ഒരു എക്സ്പെക്ടേഷൻ വെക്കണം. നൈറ്റ് ഒരു റിവ്യൂ കേൾക്കണം, നേരെ അങ്ങ് പോയി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് സോറി ഇത് എന്തായാലും കാണണേ. അതല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അപ്പൊ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു വീഡിയോ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്തേക്കുക. ഓക്കെ, കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, പടം ഒരു നൈസ് പടമാണ്, നൈസ് എന്റർടൈനർ പടമാണ്. അതവർക്ക് വർക്കായിട്ടുണ്ട്. ഓക്കെ, പിന്നെ പലർക്കും പല ടേസ്റ്റാണ്, പല അഭിപ്രായങ്ങളാണ്. ഞങ്ങളുടെ അഭിപ്രായം മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് പോയി. ഓക്കെ, ശരി, ഇനിയും അടുത്ത റിവ്യൂ കാണാം. അടുത്ത സിനിമ വരുമ്പോൾ കാണാം. ബൈ.